Hi friends, ഇന്ന് നമ്മൾ Canon 2012 ഒരു പ്രിന്ററാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇത് അൺബോക്സിംഗ് ആണ്. ഈസി മൾട്ടിപ്പിൾ കോപ്പി സെറ്റിംഗ്സ്. ഇതിൽ തന്നെ നമുക്ക് സ്കാൻ ചെയ്യുക, പ്രിന്റ് ചെയ്യുക, കോപ്പി ചെയ്യുക എന്നിവയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഈ സൈഡിൽ വന്നിട്ട് ഇങ്ക് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാർട്ടേജിൽ എങ്ങനെ നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യാം എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ കളറ്, ഇങ്കുകളുടെ കളറ്, ബ്ലാക്ക് കളേഴ്സ് അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്കിൽ വന്നിട്ട് 6000 × 3 അതിന് 18,000 കോപ്പി പേജസ് ബ്ലാക്കിൽ മാത്രം നമുക്ക് എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ കളർ പ്രിന്റ് വന്നിട്ട് 7000 പേജസും അങ്ങനെ നമ്മൾക്ക് അതിലെടുക്കാൻ കഴിയും. ഈ പ്രിന്ററിനോട് കൂടി ഒപ്പം തന്നെ ഇതിന്റെ ഇങ്കും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ ബോക്സിലുള്ളത് ഒന്ന് പ്രിന്റർ, അതേപോലെ തന്നെ പവർ കോഡ്, കാർട്ടേജസ്, ഇങ്ക് ബോട്ടിൽ, പിന്നെ താഴെ വന്ന് USB കേബിൾ ഉണ്ട്, മാനുവൽ ഡോക്യുമെന്റ്സ് ഉണ്ട്, CD-ROM ഉണ്ട്, നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട CD-ROM ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രൈസ് കൊടുത്തിട്ടുള്ളത് 15,275 ആണ്. ഇത് നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഏകദേശം ഇതിൽ നിന്നും ഓഫേഴ്സ് അനുസരിച്ച് കമ്മിയായി കിട്ടും നമ്മൾക്ക്. അപ്പൊ നമ്മൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ തന്നെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് സംഭവം, നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. തൊട്ട് ഇപ്പുറത്ത് തന്നെ എങ്ങനെ ഓപ്പൺ ചെയ്യണം, എവിടെയാണ്, എങ്ങനെ എടുക്കണം, കാർട്ടേജസ് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. വൃത്തിയായി കറക്റ്റായിട്ട് എടുക്കണം എന്നുള്ളത്. ഇനി നമുക്ക് തുറന്നു നോക്കാം ഇതിൽ എന്തൊക്കെയുണ്ട്. ഇതുണ്ടല്ലോ ഫ്രണ്ട്സ്, പവർ കേബിളാണ്. അതുപോലെ തന്നെ ഒരു USB കേബിൾ ഉണ്ട്. പിന്നുള്ളത് അതിൻ്റെ മാനുവലാണ്. ഇതാണല്ലേ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ CD. അതുപോലെ തന്നെ മാനുവൽ ഗൈഡുകൾ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് അറിയേണ്ടതൊക്കെ, എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കളേഴ്സാണ്, കണ്ടില്ലേ കളേഴ്സ്. നമ്മൾ കളർ പ്രിന്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളേഴ്സ്. ഇവിടെ ഒരു ബ്ലാക്ക് ഇങ്ക്, ഇവിടെ 2 ബ്ലാക്ക് ഇങ്ക്, അതുപോലെ കാർട്ടേജസ് 2 എണ്ണം, ബ്ലാക്ക് കാർട്ടേജസ് ഉണ്ടാവും, കളർ കാർട്ടേജസ് ഉണ്ടാവും. ഇതാണ് പ്രിന്റർ. നമുക്ക് പ്രിന്റർ ഒന്ന് പുറത്തേക്ക് എടുക്കാം. നമുക്ക് തുറന്നു നോക്കാം എന്താണുള്ളതെന്ന്. ഇതാണ് പ്രിന്റർ. നമ്മൾക്ക് QR സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോസ് നമുക്ക് നൽകാം. അതേപോലെ തന്നെ വാട്സപ്പ് സർവീസ്, അതിൻ്റെ സപ്പോർട്ട് എന്നിവയെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കളർ നമ്മൾ കളർ കോപ്പി എടുക്കാൻ, കളർ പ്രിന്റ് എടുക്കാനുള്ളത്. ഇത് ബ്ലാക്കിൽ മാത്രം എടുക്കാനുള്ളത്, വെറും ബ്ലാക്ക് ആയിട്ടുള്ള ബ്ലാക്ക് ഇങ്കിൽ നമ്മൾ എടുക്കാനുള്ളത്. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ LED ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേ ഓപ്പൺ ആവുന്ന സമയത്ത് അതിൽ നമ്മൾക്ക് ഫസ്റ്റ് വരുമ്പോൾ ഒരു 1 മാത്രം വരിക. അതിനുശേഷം നമ്മൾ പ്ലസ് കൊടുക്കണം. ഈ പ്ലസ് ആഡ് ചെയ്തിട്ട് പ്ലസ് ചെയ്താൽ 1, 2, 3 അങ്ങനെ മാറി നമുക്ക് ഇതാകും. ഇത് പവർ ബട്ടൺ, ഓണും ഓഫുമുള്ള പവർ ബട്ടൺ. ഇത് ഫസ്റ്റ് വരുമ്പോൾ ഉള്ള സ്റ്റിക്കേഴ്സ് ആണ്. നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ നമുക്ക് മാറ്റാം. ഇത് വെറും ഇൻസ്റ്റലേഷൻ ടേപ്പ് മാത്രമാണ് അവർ
ഒരു എന്താ പറയുക കേടാതിരിക്കാൻ ഉറപ്പിന് വേണ്ടിയിട്ട് അനങ്ങാതെ ചാടി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെയും ഉണ്ടാവും ഇൻസ്റ്റലേഷൻ ടേപ്പ്. അതും നമ്മൾക്ക് ആവശ്യമില്ല, അതെല്ലാം നമുക്ക് മാറ്റാം. നമ്മൾ A4 ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണ് ഇത്. ഇതിൽ വന്നിട്ട് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പേപ്പർ അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മൾ ഈ ഫ്രണ്ടിൽ ഇത് മുഴുവൻ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ളായി നീക്കി വെച്ചതിന് ശേഷം പേപ്പർ ഇട്ടതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇത് ഇട്ട് വെളിയിലേക്ക് വരുന്ന ഇതിലൂടെയാണ്, കണ്ടില്ലേ? ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യുക. പേപ്പർ വെക്കുന്ന സമയത്ത് ഈ ഭാഗം ഈ കോർണർ ചേർത്തിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് ആണെങ്കിലും മറ്റൊന്നും എടുക്കാൻ കഴിയും. സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇത് ഫില്ലായി അടച്ചു വെച്ചിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ സൈഡിലും ഇതൊരു ടേപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഓപ്പൺ ചെയ്യാം. ഒന്ന് പൊക്കി വെറുതെ ഇങ്ങനെ നിർത്തി അത് നിൽക്കും. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതും ആവശ്യമില്ലാത്തതാണ്. ഈ സാധനം അവരൊരു കറക്റ്റ് അവിടെ ആ സാധനം അനങ്ങാതിരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് മാത്രമാണ്. ഇത് നമ്മൾക്ക് വേണ്ട. ഇത് ഈ രണ്ട് കാർട്ടേജും ഇടേണ്ട സ്പേസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ സംഭവം ഈ സ്പേസ് കണ്ടോ, പ്രസ് ചെയ്ത് നമ്മൾ ഓപ്പൺ ആക്കി എടുത്തു. ഇനി നമ്മൾ കാർട്ടേജ് വെറുതെ വെക്കേ വേണ്ടുള്ളൂ. കാർട്ടേജ് വെച്ച് ഇതിൽ കാർട്ടേജ് ഏതൊക്കെ കാർട്ടേജ് നമ്മൾ ഇതിൽ തന്നെ കാർട്ടേജ് തന്നിട്ടുണ്ട്. കാർട്ടേജ് ഓപ്പൺ ചെയ്തു. ഈ കാർട്ടേജിൽ തന്നെ നമ്മൾക്ക് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് കാർട്ടേജാണ് ഇടേണ്ടത്. ഇതിൽ ബിന്ന് കൊടുത്തിട്ടുള്ള ബ്ലാക്ക് കാർട്ടേജും സിന്ന് കൊടുത്തിട്ടുള്ളത് കളറുമാണ്. അപ്പോൾ നമ്മൾ ബിന്ന് കൊടുത്തിട്ടുള്ള ബ്ലാക്കിലും സിന്ന് കൊടുത്തിട്ടുള്ള കളറിലും നമ്മൾ കൊടുക്കാം. ഇതിലും അതേപോലെ തന്നെ നമ്മൾക്ക് കൊടുക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കണ്ടോ, ബി കൊടുത്തിട്ടുണ്ട്, സി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബിയിൽ വന്ന് ബ്ലാക്കും സിയിൽ വന്നിട്ട് കളറും നമ്മൾക്ക് കൊടുക്കാം. ഇത് വന്നിട്ട് ഇതിന്റെ ഹെഡിൽ കൊടുത്തിട്ടുള്ളതാണ് ഈ സംഭവം. ഇത് എന്താ പറയാ, പൊടിയോ ചെളിയോ അങ്ങനെയുള്ള ഇതൊന്നും ആവാതിരിക്കാനുള്ള, നമ്മൾ തൊടുക പിടിക്കൊന്നും വേണ്ട. അതിൽ സംഭവം അത് ഹെഡാണ്. അത് നമ്മൾക്ക് അത് മാറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇങ്ങനെ സി കളറിൽ തന്നെ നമ്മൾക്ക് ഇത് ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി. കണ്ടോ, അതുപോലെ തന്നെ ഇതിൽ ഹെഡിന് എടുത്തതിന് ശേഷം ഇവിടെ ബ്ലാക്ക് ഇങ്ക് വന്ന് ബിയിൽ കൊടുക്കാം. ബ്ലാക്ക് വന്നിട്ട് ബിയിൽ കൊടുത്തു. എന്നിട്ട് അതിന് മുകളിലുള്ള ഈ സാധനം രണ്ട് സ്പ്രിങ് പോലെയാണ്. ഇത് രണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോക്കാവും, ഓട്ടോമാറ്റിക്കലി ലോക്കായി. അപ്പോൾ നമ്മളിത് കാർട്ടേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനി കളേഴ്സാണ്. ഇത് കണ്ടില്ലേ, ഇവിടെയാണ് നമ്മൾ കളേഴ്സ് കൊടുക്കേണ്ടത്. വേറെ കളർ ഇങ്ക് ചെറിയ ബോട്ടിൽസ് ഉണ്ടല്ലോ, ആ കളർ ഇങ്ക് ബോട്ടിൽസ് ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇതിലും അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ കളർ നമുക്ക് കൊടുക്കാന്നുള്ളത്. ഇവിടെ സി ഉണ്ട്, എം ഉണ്ട്, വൈ ഉണ്ട്. അതേമാതിരി നമ്മൾക്കും ആ കളർ ബോട്ടിൽസിലും ഉണ്ടാവും അതേത് വൈ, സി, എം. 3 കളേഴ്സും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. സി, വൈ, എം. അതേപോലെ കണ്ടില്ലേ, സി, വൈ, എം. അങ്ങനെ 3 കളേഴ്സും അതിൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഇങ്ക് ബോട്ടിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇങ്ക് ബോട്ടിൽ ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത് ഇതിലൂടെയാണ്. ഒന്ന് വലിച്ചതിന് ശേഷം ഇങ്ങനെ ആക്കി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ഫില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇങ്കെല്ലാം ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇങ്കായിട്ട് ഫില്ല് ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് വന്ന് സി, നമുക്ക് ഇവിടെ സി വന്ന് സി തന്നെ കൊടുക്കാം. ഇത് കുറച്ചായിട്ടേ വീഴുള്ളൂ. വേണമെങ്കിൽ നമുക്കൊന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഫില്ലാവും. കണ്ടില്ലേ, ഫില്ലാവണ കണ്ടില്ലേ. കളർ ഫില്ലാവുന്ന കാണുന്നെന്ന് വിചാരിക്കണം.
ഓക്കെ, കളർ കഴിഞ്ഞു, ഫില്ലായി. ഈ 70 ml ഒരു കറക്റ്റായിട്ട് ഇങ്ക് ടാങ്ക് ഏകദേശം ഫില്ലായിട്ടുണ്ട്. നമുക്ക് അടുത്ത കളേഴ്സൊക്കെ കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാ കളേഴ്സും ഇതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായി ഫില്ല് ചെയ്യേണ്ടത് ബ്ലാക്ക് ഇങ്കാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്യാം. ഇങ്കാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്യാൻ പോവാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട്സ്, എല്ലാ കളറും അതേതായ കളറിൽ തന്നെ കൊടുക്കുക. അതിലെല്ലാം കളർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലാക്കിന് ബ്ലാക്കും, CMY യെല്ലോ അങ്ങനെയുള്ള എല്ലാ കളേഴ്സിനും അത് തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മെയിനായിട്ടും ശ്രദ്ധിച്ചു കൊടുക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മെല്ലെ ഫില്ലാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് സ്പീഡിൽ ഫില്ലാവും ടാങ്ക്. അപ്പം നമ്മൾ കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ റബ്ബർ കറക്റ്റായിട്ട് പുഷ് ചെയ്ത് പ്രസ് ചെയ്തിടുക. പിന്നെ ഇത് അടയ്ക്കുക. അതിൻ്റെ കവർ അടച്ചതിന് ശേഷം ഒന്ന് മുകളിലേക്ക് ഫുൾ ചെയ്തതിന് ശേഷം പിന്നെ താഴത്തേക്ക് ഡൗൺ ചെയ്യുക. അപ്പോൾ നമ്മൾ കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞു, കാർട്ടേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു, എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടത് എങ്ങനെ നോക്കാം. വേറെ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തു. അതിനുശേഷം USB സെറ്റ് ചെയ്യേണ്ടത് ഈ ഭാഗത്താണ്. ബാക്കിൽ കെട്ടിപ്പുറത്തന്നായിട്ട് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നമ്മൾ മൊബൈലിലോ ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നാണ് നമ്മൾ കണക്ട് ചെയ്തത്. ശ്രദ്ധിച്ച് കണക്ട് ചെയ്യാം. ഒരു ഭാഗം കറക്റ്റായി കണക്ട് ചെയ്തതിന് ശേഷം ഇത് ഈ ഭാഗം നമ്മുടെ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഏതിലാണ് പറഞ്ഞത് വെച്ചാൽ അതിൽ കണക്ട് ആയി USB പോർട്ടിലൂടെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മൾ പവർ ബട്ടൺ ഓൺ ആക്കാണ്. പവർ ബട്ടൺ ഓണായി, ഒന്ന് ലോഡായി. ഇനി നമ്മൾക്ക് പേപ്പർ ഇടാനുള്ള ഫോട്ടോസ്റ്റാറ്റ് പേപ്പറിൻ്റെ അതുപോലെ തന്നെ പേപ്പർ വെളിയിൽ കയറാനുള്ള ഇതെല്ലാം നമ്മൾക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. നമ്മൾ ആദ്യം ഒരു കോപ്പി എടുക്കാൻ പോവാണ്. ഇതിൻ്റെ തന്നെ നമ്മൾ മാനുവൽ കോപ്പി കറക്റ്റായിട്ടുള്ളതൊന്നും എടുക്കാം. അത് ഈ മുക്കോട് ചേർത്ത് വെക്കണം. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ മാർക്കിനോട് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾക്ക് ഇവിടെ കൊടുക്കാം. എന്നിട്ട് ബ്ലാക്കാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രിന്റ് വന്നു കഴിഞ്ഞു. നമുക്ക് നോക്കാം പ്രിന്റ് എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ എടുക്കാൻ വെച്ച പ്രിന്റ് ഇതിലുണ്ട്. ഇതിൻ്റെ ഡെമോ ഇതാണ്ടില്ലേ, നമ്മൾ എടുക്കാൻ വെച്ച ഡെമോ ഇതാണ്. ഇതിൻ്റെ കോപ്പിയിൽ ഇതാണ്. വളരെ വൃത്തിയായിട്ട് കറക്റ്റായിട്ട് മൈന്യൂട്ടായിട്ട് കറക്റ്റ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഓക്കെ, ഇനി നമുക്കൊന്ന് കളർ കൂടെ ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ തന്നെ ഈ ഡെമോ ഈ കളർ എങ്ങനെ കളർ കോപ്പി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് വെച്ചു. നമ്മളിനി കൊടുക്കുന്നത് ഇവിടെ ഒന്ന് ഓൾറെഡി 1 ഉണ്ടാവും. നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പ്ലസ്സിൽ അത് പറഞ്ഞല്ലോ. ഇനി നമ്മൾക്ക് കളർ കോപ്പിയിൽ കളറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ? ഇപ്പോൾ നേരത്തെ ഇങ്ക് ഫില്ലൊക്കെ ആവാൻ വേണ്ടി കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്കൊക്കെ ഫില്ലായതുകൊണ്ട് ഇപ്പം തന്നെ സ്പോട്ടിൽ സ്റ്റാർട്ടായി പ്രവർത്തനം ആരംഭിച്ചു അതിൻ്റെ. കളർ പ്രിന്റ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി കളർ പ്രിന്റും ഇതിലുള്ള പ്രിന്റും എങ്ങനെയാണെന്ന് നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം.
ഇതാണ് നമ്മൾ എടുത്ത കളർ പ്രിന്റ്. ഇത് നമ്മുടെ തന്നിട്ടുള്ള കാറ്റലോഗിലുള്ള കളർ പ്രിന്റ്. ഇതാണ് അത് കാറ്റലോഗിലുള്ളത്. ഇത് നമ്മുടെ ഇതിലുള്ളത്. കാരണം കാറ്റലോഗിലുള്ളതിനേക്കാളും വൃത്തിയായിട്ട് ഇതിൽ വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കും കാണാൻ കഴിയുന്ന തോന്നുന്നു. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഏകദേശം സെയിം ആണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നല്ല പ്രിന്റർ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ റാസൽ മീഡിയ ഒരു ചെറിയ ചാനലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, എങ്കിലും സബ്സ്ക്രൈബേഴ്സും നമ്മൾക്ക് വേണം. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കെല്ലാം ഷെയർ ചെയ്യുക. അതേമാതിരി തന്നെ നമ്മൾക്ക് നല്ല നല്ല കമന്റുകളെല്ലാം ഇനി ഓരോ വീഡിയോ എന്തിനെ കുറിച്ച് ചെയ്യണം എന്നുള്ളതിനുള്ള കമന്റുകളെല്ലാം ചെയ്യാം. നമ്മളെ കൊണ്ട് പരമാവധി ആവുന്ന രീതിയിൽ നമുക്കത് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. നമ്മുടെ റാസൽ മീഡിയ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.